ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ വലിയ യാത്ര എന്നല്ല, നമ്മളിവിടെ പണ്ട് അച്ഛനൊരു നായക്കൂടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നായയായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നായയാണ്. അപ്പോൾ നായനെ വളർത്തിയതാണ്. ഇപ്പോൾ ഒരു മാസമായിട്ട്, 2 മാസമല്ല, 1 മാസമായിട്ടുള്ളൂ. ആ നായ ചത്തു. അപ്പോൾ ഈ കൂട് ഇവിടെ ഇങ്ങനെ വെറുതെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നായേനെ വലിയ കാര്യമില്ല, പക്ഷേ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞങ്ങളൊരു ചെറിയൊരു ആടുകുട്ടീനെ വാങ്ങാൻ പോവാം കേട്ടോ. ഒന്നല്ല 2-3 ആടുകുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വണ്ടി റെഡിയായി സെറ്റായിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ. പോയി വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. ഏട്ടനുണ്ട്, മാളുണ്ട്, കുഞ്ഞുട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം അല്ലേ. മാറ്റിയേ എവിടേക്ക്? അപ്പോസിനോ? അപ്പോസ് എങ്ങോട്ടാ പോണേ? പച്ച. അപ്പോസിന് പച്ച ആടാട്ടോ വേണ്ടത് അല്ലേ? അപ്പോസിന് ഏതാണ് വേണ്ടത്? പച്ച. അപ്പോസിന് പച്ച ആട്, മാളൂന് മഞ്ഞ്. അപ്പൊ നമ്മൾ പോയിട്ട് നമുക്ക് കണ്ടുവരാം അല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. ഞങ്ങൾ പോകുന്നത് പാണ്ടിക്കാട് നിന്നാണ് കേട്ടോ. പാണ്ടിക്കാട് നിന്ന് വണ്ടൂര് എടവണ്ണയാണ് സംഭവം കിടക്കണത്. അപ്പോൾ അവരുടെ വീട് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ വന്നൊരു ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഉറങ്ങി നീച്ചതിൻ്റെ ക്ഷീണമുണ്ടോ നിങ്ങളെ മുഖത്ത് കാണുന്നത്. മാൾട്ടിയാണെങ്കിൽ ആദ്യം തന്നെ സീറ്റിൻ്റെ പുറകുവശത്ത് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ദാഹിച്ചപ്പോൾ അവിടെ തൊട്ടടുത്തിട്ട് നമ്മളെ പാണ്ടിക്കാട് നിന്ന് കുറച്ചൊരു 8-9 കിലോമീറ്റർ പോയാൽ മതി കേട്ടോ. അവിടെ തന്നെ ഒരു ഇളനീരിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. ഇളനീര് മാത്രം കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്. പിന്നെ ഇളനീരാണ് അവിടെ സ്പെഷ്യലെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളൊരു കട കേട്ടോ. അപ്പോൾ വെറുതെ നമ്മളെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ എണ്ണക്കടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ തരം എണ്ണക്കടികളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ജ്യൂസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോസിന് എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ? അയ്യോ, അപ്പോസിനൊന്നും വേണ്ട. മാൾട്ടിക്കോ? മാൾട്ടി ഡിക്കിയിൽ പോയിരിക്കുകയാണ്. എന്താ വേണ്ടേ? സോഡ സർബത്ത്. ഓക്കെ. ചേച്ചീൻ്റെ കുട്ടീനെ ചേച്ചീൻ്റെ ചെറിയ മോളുണ്ട്. അപ്പോൾ മോളെ പിറന്നാളിന് പോയിട്ട് വരികയാണ് ഞങ്ങൾ കേട്ടോ. ആകെ ക്ഷീണിച്ചു. നാടിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ ചെല്ലമ്മയോട് ഇപ്പോൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാട്ടോ. എവിടെ? വണ്ടൂരല്ലേ? വണ്ടൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ചെറുതായിട്ടൊരു എന്തെങ്കിലും ഇളനീരോ ചായ എന്തെങ്കിലും കുടിക്കുക വെച്ചിട്ട് കയറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് സർബത്ത് മതി. അവിടുന്ന് ചേച്ചീൻ്റെ മോളെ ബർത്ത്ഡേൻ്റെ അവിടുന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ അതൊന്ന് ദഹിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും സർബത്താണ് കേട്ടോ വാങ്ങാൻ. സോഡ സർബത്ത്, നോർമൽ സർബത്തല്ല, സോഡ സർബത്തിൽ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇളനീരിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ഇവിടെ ബോർഡിലെല്ലാം എഴുതി വെച്ചിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പോകാനായി. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ സോഡയിൽ ഈ ഉപ്പും ലെമനൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കില്ല, അതാണ് കേട്ടോ ഇഷ്ടം. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ സോഡയിൽ, അതായത് സർബത്ത് പോലെ ഉണ്ടാക്കി കഴിക്കാനതാണ് ഇഷ്ടം. അതായത് ഒരു പ്രത്യേക ഫ്രഷ്നെസ്സാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോയി വന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഉണ്ടോ? കുറച്ച് ഇഷ്ടമായോ? അങ്ങനെ എല്ലാവരും ഒന്ന് ജ്യൂസ് കുടിച്ച് ഒന്നുണ്ട് ഫ്രഷായി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ വണ്ടൂർ എത്തിയിട്ട്, വണ്ടൂർ മെയിൻ സ്റ്റോപ്പിൽ അവിടെ മെയിനായിട്ടുള്ള ആ സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടോ. ഭയങ്കര എന്താ പറയുക, അത്രയും നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് റോഡിൻ്റെ കാര്യം പറയാനുള്ള ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളെ പാണ്ടിക്കാടാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം മാത്രമേ കേട്ടോ മോശമായിട്ടുള്ളൂ. അതന്നെ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ അതിൻ്റെ എന്താ പറയുക പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രം കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും അധികം, അതായത് 1 മണിക്കൂർ 1 അവർ യാത്ര ഉണ്ട്, എന്നാലും 1 അവർ എടുത്തില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തി. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡാണ്. ഈ റോഡിൽ കൂടെ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ പോരുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തിട്ടോ. ഇത് എടവണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തൊടിയിൽ ആടുണ്ട്. ഇതിലേതാ കുട്ടികളെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൂസ് വന്നോക്കെ
അതിനൊക്കെ കുറേ ആടുകളുണ്ട്. നമുക്ക് പോയി നോക്കാം അല്ലേ. ഏട്ടനും ആളും ആദ്യം തന്നെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വീതി നല്ല നീളത്തിലുള്ളൊരു പാടാണ് കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരിത് ഇവിടെ കൊടുന്ന് പശുവെന്നല്ല ആടിനെ മേയാൻ വേണ്ടി വിട്ട സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തി. ഇതാണ് കുറേ ആടുകളുണ്ടല്ലേ ഇവിടെ. കപ്പസേ ആടുകൾ കുറേ ആടുകളുണ്ട് തോന്നണം കേട്ടോ. ഇതല്ല കേട്ടോ നമുക്കുള്ളത്. നമ്മൾ കാണാൻ വന്നത് ഇതാ അവിടെയാണ് കേട്ടോ. ചെറിയ കുട്ടികളെയാണ്. അതാ മാൾട്ടി ബേബി ഒന്ന് എടുത്തു നോക്ക്. ഹായ് ഒരമ്മ. ചെറിയ കുട്ടികള്. ഇത് പാല് കുടിക്കുന്ന കുട്ടികളാണ്. ഇതല്ല. അവിടെ ഉണ്ടോ? ഇതല്ല കേട്ടോ. മാൾട്ടി ഇതാണെന്ന് വിചാരിച്ചിട്ട് അതിനെടുത്തത് കേട്ടോ. മാള് ഇതാണ് വെച്ചിട്ടാണ് അതിനെടുത്തത്. ഇങ്ങോട്ട് തിരിഞ്ഞാ നോക്കട്ടെ. അതിന്റെ മുഖം നോക്കട്ടെ. നല്ല രസം കാണാം. പക്ഷെ ഇതല്ല, എത്ര ചെറിയ കുട്ടികളല്ല. അത് ആ കുട്ടികളാണ്. അതാണ് ടപ്പുസേ. അപ്പൂസിനെടുക്കാം ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ധാരാളം ആടുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആടുകളുണ്ട്. ഇവർ ഫാം നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരിൽ കുറേ പലതരം എന്ന് പറഞ്ഞാൽ പലതരം ആടുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വാങ്ങിയതൊരു മിക്സഡാണ് കേട്ടോ. അതായത് 2 എണ്ണം നല്ല നീളത്തിലുള്ള ചെവിയൊക്കെ ഉള്ളതും ഒന്ന് സാധാ ആടും കേട്ടോ. അങ്ങനെ മിക്സഡായിട്ടുള്ളതിനാട്ടോ വാങ്ങിയത്. ഞങ്ങൾ വാങ്ങിയതിന് അതിൻ്റെ അമ്മയല്ല കേട്ടോ. അതായത് അമ്മേനെ ഇതിന് മുന്നേ അവർ കൊടുത്തുള്ളൂ. അതിലുണ്ടായ 3 കുട്ടികളാണ് കേട്ടോ. 3 കുട്ടികളുണ്ട്. മാളുട്ടിക്ക് ഞങ്ങൾ വാങ്ങണേന്നല്ല കേട്ടോ കറക്റ്റ് ഇഷ്ടമായിരുന്നത്. അതല്ലാതെ 2 എണ്ണം ഉണ്ട്. 2 കുട്ടികളും അതുപോലെ ഒരു അമ്മയുണ്ട് കേട്ടോ. അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. അതായത് 10, 20, 22 ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മയും 2 കുട്ടികളുമായിട്ട്. മാളൂന് അതിനെയാണ് ഇഷ്ടമായിരുന്നത്. കുഞ്ഞുട്ടിനും തന്നെ ആ കുഞ്ഞി കുട്ടികളെ കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിനെ വാങ്ങാനല്ല വന്നിട്ടുള്ളത്. ഞങ്ങൾ ആ 3 കുട്ടികളെ വാങ്ങാനാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അവർക്ക് 2 പേർക്കുമായിട്ടും അതായത് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കല്ലേ. ഇപ്പോൾ ഇവിടെ വേറെ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. അവർക്ക് ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു ഫ്രീ ഒക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാണാൻ നല്ല രസമല്ലേ. മോഹൻലാൽ പറഞ്ഞ പോലെ അവറ്റാളെ ഒച്ച കേൾക്കാൻ നല്ല രസമാണല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞ് പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവരെയും കൊണ്ട് പോന്നു കേട്ടോ. പിന്നെ ഓട്ടോറിക്ഷയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. വേറെ അവർ വണ്ടി വിളിക്കണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് ഓട്ടോറിക്ഷയിൽ തന്നെ പോരുവാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. കാരണം ഞാൻ മുന്നിലുണ്ട്. പിന്നെ മാൾട്ടി ആണെങ്കിൽ പുറകിലിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞുട്ടനും 2 ആട്ടുംകുട്ടികളും മുന്നിലും. മാളിന് ഇഷ്ടപ്പെട്ട ഒരാടിനെ കറുപ്പാടിനെ മാളിന് നല്ല ഇഷ്ടമായി കേട്ടോ. അതിനെയും കൊണ്ട് പുറകിലിരുന്നു കേട്ടോ. ഇവറ്റ് ഭയങ്കര ഇണക്കമുള്ള സാധനങ്ങളാട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറ്റി. പക്ഷേ വണ്ടിയിൽ കയറുമ്പോൾ ശരിക്കും ആടുകൾ നന്നായി കരയണ്ടല്ലേ. ഇവർക്ക് വണ്ടി ശീലമുണ്ടെന്ന് തോന്നുന്നു. ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ല. അതുപോലെ തന്നെ ഞങ്ങളോട് പെട്ടെന്ന് സെറ്റായിട്ടോ. മാൾട്ടിയുടെ കയ്യിൽ എൻ്റെ കയ്യിലൊക്കെ കിടന്നിട്ട് നല്ല ഉറക്കത്തിലാട്ടോ. പോരുന്ന വഴിക്ക് നിർത്തി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവർ അതിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോരുന്ന വഴിക്ക് ചെറിയൊരു കരിമ്പ് ജ്യൂസ് കേട്ടോ. 3 ആൾക്കും ഓരോ കരിമ്പ് ജ്യൂസ് വാങ്ങി. അതൊന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അപ്പോഴേക്ക് തന്നെ നല്ല സെറ്റായിട്ട് ആട്ടുംകുട്ടി അത്രയും. അതായത് എന്താ പറയുക, ഇവറ്റ് ഭയങ്കര ഫ്രണ്ട്ലിയാന്ന് തോന്നുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്രയും അങ്ങോട്ട് സെറ്റായിരുന്നു. മറ്റത് ഇങ്ങനത്തെ ആട്ടുകുട്ടികൾക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു വിഷയമില്ലാതെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്കൊരു ഭയമോ പേടിയോ ഒന്നുമില്ല. അവരങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക കേട്ടോ.
അപ്പൂസ് അങ്ങനെ കാട്ടാൻ പാടില്ല മറക്ക്. എന്തായാലും കുട്ടികൾ നല്ല സെറ്റായി, അവർ നല്ല ഹാപ്പിയായി. അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, അവർ നല്ല ഹാപ്പിയാണ് തോന്നുന്നത്. അവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, പ്രാവുണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, നായ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാതും അങ്ങനെ കോഴികളൊക്കെ വിറ്റു, നായ ചത്തുപോയി കേട്ടോ. ചത്തതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ ഒരു സംഭവം ഇല്ലാതായത്. അതിന് പകരം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ആടിനെ വാങ്ങിയത്. അതായത് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റ്, നമുക്ക് തന്നെയാണെങ്കിലും കുറച്ച് ഫ്രീ ടൈം ആകുമ്പോൾ ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആളായല്ലോ വീട്ടിൽ. അങ്ങനെ കുറച്ച് നേരമൊക്കെ വീടൊന്ന് പരിചയമാകാൻ വേണ്ടിയിട്ട് അത് കൂടെയൊക്കെ ഒന്ന് നടത്തിയതിന് ശേഷം പിന്നെ നേരെ കൂട്ടിലേക്ക് കയറ്റി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ കൂട്. ഇത് നായേൻ്റെ കൂടായിരുന്നു കേട്ടോ. നായ ചത്തതിന് ശേഷം പിന്നെ ഞങ്ങളത് ആടിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത് വലിയ കൂടായിട്ടാണ് അന്ന് ഉണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല സെറ്റാണ് കേട്ടോ. അവർ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നത്. കാരണം എന്താ പറയുക, 3 പേര് ഒരുമിച്ചല്ലേ. അപ്പോൾ അത് ഒരു ആടിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കരഞ്ഞ് നമുക്ക് ഇടങ്ങേറുണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 3 സെറ്റായതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട്. അവർക്കൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ 3നെയും കൂട്ടിലാക്കിയിട്ട് നല്ല സെറ്റാക്കിട്ടോ. അങ്ങനെ 3നെയും കൂട്ടിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി റെഡിയാക്കി. ഇനി പിന്നെ ഇന്ന് രാത്രി പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. രാത്രി നല്ല രീതിയിൽ ഒരു ഒച്ചപ്പാടും ബഹളം ഇല്ലാതെ അവർ കിടന്നു. പിന്നെ രാവിലത്തെ രാവിലത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ, മൾട്ടിയും കുഞ്ഞുട്ടിനും നീച്ച് രാവിലെ തന്നെ വീട്ടിലെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ തീറ്റാൻ ഇറങ്ങിയതാണ് കേട്ടോ ആടുകളെ. ഞങ്ങളെ വീടിൻ്റെതാട്ടോ, വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ചെറിയൊരു പാടമുണ്ട്. അപ്പോൾ ആ പാടത്തിൻ്റെ വക്കത്ത് ഇങ്ങനെ ചെറിയ പുല്ലുകളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോസും മാൾട്ടിയായിരിക്കും എന്തൊക്കെയോ കൊടുക്കണൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ രാവിലെ നീച്ച എന്തായാലും മക്കൾക്കൊരു മോർണിംഗ് ഡ്യൂട്ടി ആയല്ലോ അല്ലേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.